TMC എന്ന് പറയുന്ന ഏറെക്കുറെ കേരളത്തിന് ഏലിയനായിട്ടുള്ളൊരു പാർട്ടിയെ ഒരു പുതിയ മുന്നണിയിൽ ചേർത്തുകൊണ്ട് ആ മുന്നണിയുമായിട്ടാണ് അൻവർ മുന്നോട്ട് വരുന്നത്. അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് വളരെ ഓർഗാനിക്കായിട്ട് അതിനെ പ്രതികരിക്കുന്നത് UDF-നേക്കാൾ അൻവറാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. കാരണം അദ്ദേഹം നിലമ്പൂരിലെ MLA ആയിരുന്നു. ഈ വിഷയങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുകയും നേരിട്ട് ഇടപെടുകയും ചെയ്തൊരു വ്യക്തി, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന അൻവറുമായിട്ടാണ്, ഹരിയാണ ഷൗക്കത്തായിട്ടല്ല, അല്ലെങ്കിൽ VD സതീശനോ KC വേണുഗോപാലോ ആയിട്ടല്ല. അപ്പോൾ അങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് അതിൽ ഇടപെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങളുടെ ഇരകൾ, നേർക്ക് നേരെ ഇതിൻ്റെ ഇരകളായ മനുഷ്യർ, ആ മനുഷ്യർ ഒരുപക്ഷെ അൻവറിനെ പിന്തുണയ്ക്കുകയോ വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്തേക്കാം. അതേസമയം തന്നെ അതിനൊരു ലാസ്റ്റ് ഔട്ട്കം എന്താണ് എന്ന് ചിന്തിക്കുന്ന, കുറേ കൂടി പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവും. ഈ അൻവറിന് വോട്ട് ചെയ്തുകൊണ്ട് ഈ കോസിൻ്റെ പരിണിതി എന്താവും എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഒരുപക്ഷെ ജയസാധ്യതയുള്ള ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യാമെന്ന് കരുതി ചിലപ്പോൾ UDF-ന് വോട്ട് ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഈ രണ്ട് വോട്ടിംഗ് ബിഹേവിയറിനെയും തടുക്കാൻ സ്വരാജിന് കഴിയുമോ, സ്വരാജ് എന്നൊരു പേഴ്സണയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനിയും ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻ അതാണ്. അവിടെയും അൻവറിനൊരു വിജയസാധ്യതയുണ്ടോ, അൻവർ വിജയിക്കുന്നൊരു സ്ഥാനാർത്ഥിയാണോ, അൻവർ തന്നെ അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അൻവർ ഇതിനു മുമ്പ് ജയിച്ചതല്ല LDF-ൻ്റെ വോട്ട് കൊണ്ടാണ്, ആ വോട്ട് സ്വരാജാണ് കൊണ്ടുപോകുക. അപ്പോൾ അൻവറിന് എത്ര വോട്ട് നേടാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അൻവർ ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് നേടും എന്ന് അങ്ങനെ വലിയ രാഷ്ട്രീയ പാണ്ഡിത്യം ഇല്ലാതെ തന്നെ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് നേടിയേക്കാം, ചിലപ്പോൾ അതിലും കുറഞ്ഞു പോകാം. പക്ഷേ അൻവർ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് അനുസരിച്ചിരിക്കും. കുറഞ്ഞത് ഒരു 15%-നും 20%-നും ഇടയിൽ വോട്ട് നേടി ഒരു നല്ല മത്സരം അവിടെ കാഴ്ചവെച്ചാൽ, അതായത് LDF-UDF ഫൈറ്റിനെ വളരെ എന്താണ് പറയുക, ഒരു എഡ്ജിൽ കൊണ്ട് നിർത്തുന്ന, വളരെ ഒരു തിൻ മജോറിറ്റിയിൽ മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു മത്സരമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ അൻവറിൻ്റെ രാഷ്ട്രീയമല്ല, അൻവർ എന്ന രാഷ്ട്രീയ വ്യക്തിക്ക് ഭാവിയിൽ തുടരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യും, അൻവറിനെ അപ്രസക്തനാക്കും. അപ്പോൾ അൻവർ എത്ര വോട്ട് കൂടുതൽ നേടുന്നു, അൻവർ നേടുന്ന കൂടുതൽ വോട്ടുകൾ അത് എവിടെ നിന്ന് കാർവ് ചെയ്യും എന്നുള്ള കാര്യവും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അൻവറിന് ഈ രണ്ട് മുന്നണികളിലും ഒരുപോലെ പിന്തുണയുണ്ട്. കാരണം അൻവറിൻ്റെ ബേസ് എന്ന് പറയുന്നത് LDF ആണ്. നിലവിൽ LDF-ൽ നിന്നാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അദ്ദേഹത്തിന് കൂടെയുള്ള പല ആളുകൾ ഇപ്പോൾ LDF പഴയ CPM-കാരോ LDF-കാരോ ഒക്കെയാണ്. അപ്പോൾ CPM-ൽ വർക്ക് ചെയ്തവരോ പിന്നീട് വിട്ടുപോയവരോ അല്ലെങ്കിൽ നിലവിലുള്ള പാർട്ടിയോട് ലയിച്ചിരുന്നവരോ ആയ ആൾക്കാരാണ് അൻവറിന് ചുറ്റുമുള്ള ഇപ്പോഴുള്ള മനുഷ്യർ. അപ്പോൾ അൻവറിന് ഒരേ സമയം തന്നെ LDF-ൻ്റെയും UDF-ൻ്റെയും വോട്ട് കാർവ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് അൻവർ ആർക്ക് സ്പോയിലറാവും എന്ന് പറയാൻ കഴിയാത്തത്. പക്ഷേ എന്തായാലും അൻവർ എത്ര കൂടുതൽ വോട്ട് പിടിക്കുന്നു അത്ര ടൈറ്റ് മത്സരം ഉണ്ടാവും. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏതാണ് എന്ന് ഇപ്പോൾ അൻവറിന് പോലും തിട്ടമുണ്ടാവില്ല, അൻവറിന് പോലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.